നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടർ PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും PSC അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ട് കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 46 തസ്തികകളിലേക്കായിട്ട് ഈ സെപ്റ്റംബറിന് 22 PSC പരീക്ഷകളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായിട്ട് വരാനായിട്ട് പോകുന്നത് നമ്മുടെ LDC കേട്ടോ. ഏതൊക്കെയാണ്? LDCയുടെ ആലപ്പുഴ കോട്ടയം പരീക്ഷകള്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട്. SIയുടെ മെയിൻസ് സെപ്റ്റംബറിനാണ് നടക്കാനായിട്ട് പോകുന്നത്. സെപ്റ്റംബർ 26-നാണ് സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, റിസൾട്ട് വന്നിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു 40+ മാർക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ SIക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. കാര്യം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം കുറവായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും മെയിൻസിന്റെ സിലബസ് വന്നാലേ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ഈ പറയുന്ന IPC CRPC ഒക്കെ വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. എന്ത് തന്നെ ആയാലും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സബ് ഇൻസ്പെക്ടർ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് സൈക്കോളജിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്ത് കാണുന്നുണ്ടല്ലോ, ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും. സബ് ഇൻസ്പെക്ടർ മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന SIയുടെ മെയിൻസിന്റെ ബാച്ചിനകത്ത് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് അത് സൈക്കോളജി കേട്ടോ. സൈക്കോളജി നമുക്ക് പഠിക്കാനുണ്ട്. സബ് ഇൻസ്പെക്ടർ മെയിൻസിലേക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്. ഈ സൈക്കോളജിയുടെയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെയും നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ 799 ആണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സിന്റെ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് 799 ആണ്. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നടക്കാനായിട്ട് പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ LDC ആലപ്പുഴ പാലക്കാട്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടറിന്റെ പരീക്ഷകളൊക്കെ സെപ്റ്റംബറിൽ നടക്കാനായിട്ട് പോവുകയാണ്. കൺഫർമേഷൻ ജൂലൈ 12 വരെ കൊടുക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LDC ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ 7-ാം തീയതിയാണ് പരീക്ഷ. കോട്ടയം കോഴിക്കോടിന്റെ പരീക്ഷ സെപ്റ്റംബർ 28-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ LDC ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു വരിക. LDCക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 200 രൂപ മാത്രമേ LDCക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ആയിട്ടുള്ളൂ. അതും നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ അതിന്റെ പേയ്മെന്റ് നടത്തേണ്ടത്. പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക, എന്താണ് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ LDC എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ അയച്ചു തരാം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലാണ് പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുമ്പോഴത്തേക്കും റീഡർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. 2-ാം തീയതിയാണ്, സെപ്റ്റംബർ 2-നാണ്. ഓഫീസ് ഇൻഫർമേഷൻ ഓഫ്സെറ്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് 2-ാം തീയതി ഒരു എക്സാം നടക്കുന്നുണ്ട്. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2-ന്റെ എക്സാമിനേഷൻ 3-ാം തീയതി ഉണ്ട്. ജൂനിയർ ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷൻ 5-ാം തീയതിയാണ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷൻ 6-ാം തീയതിയാണ്. LD ക്ലാർക്കിന്റെ എക്സാമിനേഷൻ 7-ാം തീയതി ഉണ്ട്. ജൂനിയർ ഇൻസ്പെക്ടർ മെക്കാനിക്കിന്റെ എക്സാമിനേഷൻ 9-ാം തീയതി ഉണ്ട്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻ 24-ാം തീയതി ഉണ്ട്. SIയുടെ എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷൻ 26-ാം തീയതി ഉണ്ട്. LDCയുടെ ആലപ്പുഴ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് LDCയുടെ കോഴിക്കോട് കോട്ടയം എക്സാമിനേഷൻ 28-ാം തീയതി ഉണ്ട്. ഓവർസിയർ ഗ്രേഡ് 1-ന്റെ എക്സാമിനേഷൻ 30-ാം തീയതി. ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാമിനേഷൻ 30-ാം തീയതി. ഈ ഒരു രീതിയിലാണ് എക്സാമിനേഷൻസ് നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഒഴിവ് 3 ഇരട്ടിയായെന്ന് പറയുന്നുണ്ട്. അപ്പോ 5696 ഒഴിവുണ്ടായിരുന്നത് പുതിയ കണക്കനുസരിച്ച് 18,800 ഒഴിവുകളിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ പല പല റെയിൽവേ സോണുകളിലായിട്ടാണ്, സെൻട്രൽ, ഈസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. അപ്പൊ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്കൊക്കെ ഒന്ന് അന്വേഷിക്കുക കേട്ടോ. നിങ്ങൾ കേരള PSC മാത്രമല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം, അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. വേറെ ഒന്നുമില്ല,
നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ PSC ഉണ്ടാക്കുന്ന ഈ പറയുന്ന തെറ്റുത്തരങ്ങൾ എന്ന് പറയുമ്പോൾ ഒഴിവാക്കുന്ന ഇതുപോലുള്ള 15ഓളം ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉദ്യോഗാർത്ഥികൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ 15 ഡിലീഷൻ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് പകരം നമ്മൾ 15 ശരിയായ ചോദ്യങ്ങൾ നമ്മൾ അവിടെ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് ആ മാർക്ക് അവിടെ കിട്ടിയേനെ എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഈ പറയുന്ന ChatGPT അതുപോലെ തന്നെ Google ട്രാൻസ്ലേറ്റിലേക്ക് എടുത്തിട്ട് ചോദ്യങ്ങൾ അതുപോലെ എടുത്തിട്ട് ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ മാറ്റുമ്പോഴത്തേക്കും പല ചോദ്യങ്ങളുടെയും അർത്ഥത്തിന് തന്നെ വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസിന്റെയൊക്കെ എക്സാമിനേഷന്റെയൊക്കെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിന് വരെ നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി അത് വലിയ രീതിയിൽ ഉദ്യോഗാർത്ഥികളെ മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒഴിവാക്കിയത് ആദ്യഘട്ടത്തിലെ 7 ചോദ്യങ്ങളും 2ാം ഘട്ടത്തിലെ 8 ചോദ്യങ്ങളുമാണ് അല്ലെ. അപ്പോൾ LDCയുടെ നിയമനം, തിരുവനന്തപുരത്തിന്റെ നിയമനം ശുപാർശ ഇപ്പൊ 815 പേർക്ക് പോയിട്ടുണ്ട്. കണ്ടല്ലോ, ഓരോ ജില്ലയിലും ഏകദേശം ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് LDCക്കൊക്കെ റാങ്ക് അടിച്ചെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സിന്റെ ഇന്റർവ്യൂ ജൂലൈ മുതൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോളജിസ്റ്റിന്റെ ലിസ്റ്റിൽ വെറും 3 നിയമനം മാത്രമേ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ 2118 പേര് വന്നിട്ടുണ്ട്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് 57 മാർക്കാണ്. അതുപോലെ തന്നെ ഫയർ ഓഫീസ് 14 പേർ കൂടി നിയമനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന PSC അഡ്വൈസ് അപ്ഡേറ്റ്, നമ്മുടെ IRBയുടെ അപ്ഡേറ്റ്, ഓവർസിയർ ഗ്രേഡ് 3, LDC കൊല്ലം, LDC കോട്ടയം, LPSC തിരുവനന്തപുരത്തിന്റെ ഒക്കെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയ പരീക്ഷകൾ, ഇന്റർവ്യൂസിന്റെ കാര്യവും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കണക്കിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ LDC ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. LDCക്കകത്ത് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ WCPO എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. ഇനി ആകെ ഉള്ളത് ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരാഴ്ചക്കകത്ത് ഈ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാത്തവരുണ്ട്, കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ 500 രൂപ കൊടുത്തിട്ട് ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്താൽ സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കി ഏതെങ്കിലും ഒക്കെ കോഴ്സിലേക്കോ എക്സാമിനേഷനിലേക്കോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക കേട്ടോ. എന്ന് വെച്ചാൽ ഏത് കോഴ്സിലേക്കാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നുള്ള കാര്യം ഒരു മെസ്സേജ് ഇടുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വിവരം കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. പുതിയ വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.